വിശദമായി കടക്കുമ്പോൾ കേരളപ്പിറവി ദിനത്തിൽ പുതുചരിത്രം എഴുതി കേരളം ഇന്നു മുതൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഈ കേരളപ്പിറവി പുതുയുഗപ്പിറവി എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും ഭവനരാഹിത്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ്. ഇവയുടെയൊക്കെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ്. കേരളം പല ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം. അതേസമയം പ്രത്യേക സഭാ സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിസ്സഹകരണം തുടരുന്നതും പത്രത്തിൽ പരസ്യം നൽകിയ ശേഷം ചട്ടം 300 അതിദരിദ്രരില്ലാത്ത കേരള പ്രഖ്യാപനം സഭയിൽ കൊണ്ടുവന്നതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം. അതിദരിദ്രരില്ലാത്ത കേരളം ശുദ്ധ തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തട്ടിപ്പ് പ്രതിപക്ഷത്തിന്റെ ശീലമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ്. സർ, ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട്. ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും. അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതിന് പകരം ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം കുറ്റക്കാരെന്ന് വിധിക്കുമെന്നായിരുന്നു മന്ത്രി എം.പി. രാജേഷിന്റെ വിമർശനം. കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടത്തിൽ അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ.
ഇതാണിന്ന് നിയമസഭയിൽ കണ്ട കാഴ്ച. എന്തായാലും ഇന്നാണ് സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ, പ്രത്യേക സഭാ സമ്മേളനം ചേർന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വൈകിട്ട് പൊതുസമ്മേളനത്തിൽ സിനിമാ താരങ്ങളും പ്രമുഖരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ വലിയ നീക്കമായി കൂടി സർക്കാർ ഇത് മാറ്റുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ രാഷ്ട്രീയ നേട്ടമായി അവർ അവകാശപ്പെടുന്നു, അത് ഉയർത്തിക്കാട്ടുന്നു. സഭയിൽ കൊണ്ടുവന്നത് 300 ചട്ടം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് പൊതുജനങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു അടക്കമുള്ള ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനപ്പുറം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൻ്റെ പ്രായോഗികത അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളിലേക്ക് പ്രതിപക്ഷം സഭയിൽ വന്നിട്ടുണ്ടായിരുന്നു. സഭയിൽ അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം പറഞ്ഞില്ല. പത്രങ്ങളിൽ പരസ്യം ചെയ്ത ശേഷം ചട്ടം 300 പ്രസ്താവന നടത്താൻ വേണ്ടി സഭ വിളിച്ചത് സഭയെ അവഹേളിക്കലാണ്, ഇത് തട്ടിപ്പ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പുറത്തും അദ്ദേഹം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇന്നലെ മുതൽ പ്രതിപക്ഷം ഇക്കാലത്ത് നിലപാട് പറയുന്നത് ഈ കണക്കുകൾ തന്നെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. എങ്ങനെയാണ് സംസ്ഥാനം ദാരിദ്ര്യമുക്തമായി മാറുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഈ അതിദരിദ്രരുടെ എണ്ണം നേരത്തെ 4.5 ലക്ഷം LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 4.5 ലക്ഷം പരമദരിദ്രർ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അത് 64,000 ആയത് എന്ത് ചെപ്പടി വിദ്യയിലൂടെയാണെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. സർക്കാർ ഒഴിവാക്കിയ 1 ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ? ഈ 4 ലക്ഷത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയതിൽ 1 ലക്ഷത്തിലധികം വരുന്ന ആദിവാസി കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചാൽ 6 ലക്ഷത്തോളം AAY കാർഡുടമകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം ഇല്ലാതാകില്ല. അതുകൊണ്ടാണ് ഈ കണക്ക് PR എക്സസൈസാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തട്ടിപ്പ് പ്രഖ്യാപനമാണ്. തോറ്റു തുന്നമ്പാടുമെന്ന് വ്യക്തമാകുമ്പോൾ സർക്കാർ PR സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ടുകൂടിയാണ് അവർ ഇന്ന് സഭ ബഹിഷ്കരിച്ചത്. സഭ ബഹിഷ്കരിക്കുന്ന മറ്റൊരു കാരണം പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരത്തെ തന്നെ അവർ നിസ്സഹകരണം പ്രഖ്യാപിച്ചതാണ് സഭാ നടപടികളുമായി. അത് തുടരുന്നു, അതിൽ മാറ്റം വന്നിട്ടില്ല. അതിനൊപ്പം ഈ ചട്ടം 300 പ്രസ്താവനയിലുള്ള ചട്ടലംഘനങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചട്ടലംഘന ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പത്രങ്ങളിൽ, വാർത്താമാധ്യമങ്ങളിൽ പരസ്യം നൽകിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് 2025 നവംബർ 1 സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറും, അത് അന്ന് പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതിൽ പുതുമയൊന്നുമില്ല. പക്ഷെ നിയമസഭയിലൂടെ അത് ലോകത്തെ അറിയിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയതിനാലാണ് സഭാ സമ്മേളനം വിളിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. തട്ടിപ്പൊക്കെ പ്രതിപക്ഷത്തിന്റെ ശീലമെന്ന മറുപടിയും അദ്ദേഹം നൽകി. ഏതായാലും സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വൈകിട്ട് വലിയൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് മലയാളത്തിന്റെ 3 പ്രധാനപ്പെട്ട താരങ്ങൾ, മലയാളി അല്ലെങ്കിലും മലയാളിയെ പോലെ മലയാളം ആദരിക്കുന്ന, മലയാളത്തെ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന MP കമലഹാസൻ, അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും, ഈ 3 താരങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങിൽ ഇതിന്റെ ഒരു ആഘോഷ പരിപാടിയും സർക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം അതിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഒരു ആഘോഷ പരിപാടികൾ സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്നത്. അതാണ് സർക്കാരിന്റെ നീക്കം. എന്തായാലും ഈ വിഷയത്തിൽ ഇനി സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം എന്ന രീതിയിൽ കൂടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടതും. അരുണ്, ഇന്ന് രാവിലെ KPCCയുടെ നേതൃയോഗം ചേർന്ന് ഈ വിഷയത്തിൽ സഭയിലടക്കം സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വീകരിച്ചല്ലോ. ഇതിന് പുറമെ ഈ ദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന് പുറമെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഫ്രീബീസ് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, നിരവധി പെൻഷൻ, ക്ഷേമ പെൻഷന്റെ വർധനവ് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ. ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രം? ഇന്ന് അത്തരം ആലോചനകളിലേക്ക് കൂടി പ്രതിപക്ഷം കടന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പ്രധാനമായും കോൺഗ്രസിന്റെ നേതൃയോഗമാണ്, KPC നേതൃയോഗമാണെന്ന് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത് ഇന്ദിരാഭവനിൽ. നേരത്തെ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനം, അതായത് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയതടക്കമുള്ള സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിന് KPC അധ്യക്ഷൻ അത്തരം ഒരു പദപ്രയോഗം നടത്തിയത്. പ്രതിപക്ഷ നേതാവാകട്ടെ 2500 എന്നാണല്ലോ മുന്നണിയുടെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ആ ബാക്കി 500 എവിടെ പോയി?
ഇത്രയും നാൾ ഒന്നും കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊടുക്കുന്നതിനെ ആ രീതിയിലാണ് പ്രതിപക്ഷം കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കൃത്യമായി തടസ്സങ്ങളില്ലാതെ മുടക്കമില്ലാതെ പെൻഷൻ നൽകുന്നുണ്ട് സർക്കാർ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ച സർക്കാർ 2500 എന്ന ഇടതുമുണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിൽ അവിടേക്ക് എത്തും. ഇപ്പോൾ 2000 ഉയർത്തുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങൾക്കിടയിലും ഈ 2000 പ്രഖ്യാപിക്കുകയും അത് ഈ മാസത്തിൽ തന്നെ 3600 രൂപ ഓരോ ഉപഭോക്താവിനും ഈ ക്ഷേമ പെൻഷനായി തന്നെ ലഭിക്കും. അതുകൊണ്ട് സർക്കാർ അതിനെ അങ്ങനെ പ്രതിരോധിക്കുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല പ്രതിപക്ഷത്തിന് ഈ ഒരു ആരോപണം കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ. കാരണം ഈ പൈസ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ സർക്കാർ അവർ തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സർക്കാർ ഇടതുമുന്നണിക്കെതിരെ ജനം വിധിയെഴുതിയതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ക്ഷേമ പെൻഷൻ മുടക്കമാണ്, ക്ഷേമ പദ്ധതികളുടെ മുടക്കമാണ്. അത് ജനങ്ങൾ വലിയ രീതിയിൽ വൈകാരികമായി തന്നെ സർക്കാരിനെതിരെ ഇടതുമുന്നണി രംഗത്ത് വരികയായിരുന്നു. ഇപ്പോഴും അത് മുടങ്ങിയാൽ അത് സർക്കാർ തിരിച്ചടിയാകും. പക്ഷേ കൃത്യമായി നൽകിയാൽ അതിന്റെ ഒരു മേന്മ ഗുണം ഇടതുമുന്നണിക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് കണ്ടം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഉണ്ടാകുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. പ്രതിപക്ഷവും അത് രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. അത് മറികടക്കാൻ തന്ത്രങ്ങൾ, ഇതിലെ പൊള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാനാകും പ്രതിപക്ഷം തീരുമാനിക്കുക. വലിയ തർക്കങ്ങൾക്ക് ശേഷമാണ് ഈ KPCC നേതൃയോഗം ചേരുന്നത്. ജനറൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചേരാൻ കഴിയാതെ പോയ യോഗമാണ് ഇന്നിപ്പോൾ ചേരുന്നത്. ദീപാദാസ് മുൻഷി അടക്കമുള്ള കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യമുണ്ടാകും. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, നിയന്ത്രിക്കാൻ, നിരീക്ഷിക്കാൻ ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുടെ ഒരു കോർ കമ്മിറ്റിയും കോൺഗ്രസ് ഇതിനകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ അടക്കം അതിൽ അംഗങ്ങളാണ്. KC വേണുഗോപാൽ സംസ്ഥാനത്ത് തന്റെ പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കുന്നതിന്റെ സൂചനയായി കൂടി അതിനെ കാണണം. ഏതായാലും നേതൃയോഗം ഇന്ന് ചേരും. ചില പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കുന്നു. ജംബോ പട്ടിക 59 പേരുടെ പട്ടികയാണ് ജനറൽ സെക്രട്ടറിമാരുടേതായി പുറത്തു വന്നത്. സെക്രട്ടറിമാരാകുമ്പോൾ അതിന്റെ ഇരട്ടി എങ്കിലും ഉണ്ടാകുന്ന ഒരു പട്ടികയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പട്ടികയിലൊക്കെ ഇടം പിടിക്കാതെ പോയ നേതാക്കളുടെ നോമിനികളുണ്ട്. ആ നേതാക്കൾക്ക് അതിൽ അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്. അതവർ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുകയും ആരോപണങ്ങളോ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള എതിർവികാരം ഉപയോഗപ്പെടുത്തുകയും സർക്കാർ ഭരണത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സംസ്ഥാനത്തെ നേതാക്കളോട് ചോദിച്ചത്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി പോകണമെന്ന കർശന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ നടപടികളാകും ഇവിടെ ഇന്നത്തെ ഈ KPCC ഭാരവാഹി യോഗത്തിലും നേതൃയോഗത്തിലും ഉണ്ടാവുക. അതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം കൂടി. എന്തായാലും സർക്കാർ അത് വളരെ മുന്നോട്ടാണ് ഈ വിഷയത്തിൽ. ഇന്ന് അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം നിയമസഭയിലും അതല്ലാതെ പൊതുസമ്മേളനത്തിലും പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് നീക്കങ്ങളിലേക്കും കടന്നു കഴിഞ്ഞു. പ്രാദേശിക തലത്തിൽ ഇത് വലിയ ആഘോഷ പരിപാടികളായി CPM LDF മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ആ തരത്തിലുള്ള സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടുക എന്നതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ബദൽ തന്ത്രമാണ് ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ ആലോചനകൾ ഉണ്ടാവുന്നത്.